ഹലോ എവ്രി വൺ, നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഒരു നാടൻ ഞണ്ട് റോസ്റ്റ്. ഞണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത് ഇച്ചിരി ടഫ് ടാസ്ക് ആണല്ലോ എന്ന് തോന്നാറുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഉണ്ടാക്കിയത്. നോക്കാം. ആദ്യം നമുക്ക് പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ ചതച്ച ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒരു സവാളയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നല്ല ബ്രൗൺ കളറായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അതിൻ്റെ എല്ലാം അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, അത് സെറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ താരം ഞണ്ടിനെ ഇതിലേക്ക് ഇടാം. ഇനി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാം. കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കൂടി നന്നായിട്ട് ചതച്ച് അതും കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിക്കാം. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കാൻ ഓർക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേനും ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്നുകൂടെ ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം വറ്റി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് കുറച്ചുകൂടെ പറ്റിച്ച് ഇങ്ങനെ ആക്കിയെടുക്കാം.